നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. സീറോ ഡെപ്റ്റ് അഥവാ സാമ്പത്തിക ബാധ്യതയില്ലാത്ത വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഇന്ത്യൻ വ്യവസായി അതായിരുന്നു CJ റോയ്. അങ്ങനൊരു വ്യക്തി കരുതിക്കുട്ടി ഒരു ആത്മഹത്യ ചെയ്യുന്നു. മരണം സംഭവിച്ചിട്ട് ദിവസങ്ങളായി എങ്കിലും ഇന്നും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്. എന്തായിരുന്നു അന്ന് CJ റോയ്ക്ക് സംഭവിച്ചത്? ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഏറുകയാണ്. 28-ാം തീയതി മുതൽ കൊച്ചിയിൽ നടന്നു വരുന്ന, കൊച്ചി കേന്ദ്രീകരിച്ചുള്ള IT ഉദ്യോഗസ്ഥർ നടത്തുന്ന, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരു പരിശോധന, ആ ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെയാണ് റോയിയുടെ ഓഫീസിലേക്കും അന്വേഷണ സംഘം എത്തുന്നത്. ആ സമയത്ത് റെയ്ഡ് നടക്കുന്നതിനിടെ അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞ് സ്വന്തം ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയ CJ റോയ് 15 മിനിറ്റ്, ആ 15 മിനിറ്റിനുള്ളിൽ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. കേവലം റെയ്ഡ് നൽകിയ മാനസിക സമ്മർദ്ദം മാത്രമാണ് അദ്ദേഹത്തിന് മരണകാരണമെന്ന് പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ അത് മാത്രമല്ല മരണകാരണം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു അന്വേഷണ സംഘം. റെയ്ഡ് നടന്നാൽ അതിനെ നിയമപരമായി നേരിടാൻ എന്തുകൊണ്ടും സാധ്യമാകുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് മറ്റൊരു കാരണമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ അതിന്റെ തെളിവുകൾ കൂടെ സംഘം കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. റോയിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കടമില്ലാത്തതാണെന്നുള്ള വാദങ്ങൾ പൊളിച്ചുകൊണ്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ഫണ്ട് കൈകാര്യം ചെയ്തു ബിസിനസ് നടത്തിയിരുന്ന ഒരാളാണ് റോയി എന്നും അതുകൊണ്ട് തന്നെ റോയ്ക്ക് മേൽ അവരുടെ സമ്മർദ്ദമുണ്ടായിരിക്കണം, അതായിരിക്കാം ആത്മഹത്യക്ക് കാരണം എന്നുള്ള ചില നിഗമനങ്ങൾ കൂടെ വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ റോയിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ആദ്യം വിരൽ ചൂണ്ടപ്പെടുന്നത് അദ്ദേഹവുമായി അത്തരത്തിൽ ബന്ധമുണ്ടായിരുന്ന ആളുകളിലേക്ക് തന്നെയാണ്. രാഷ്ട്രീയ മേഖലയിലെയും സിനിമാ മേഖലയിലെയും അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലയിലെയും പ്രമുഖരാണ് റോയുമായിട്ട് അത്തരത്തിൽ ബന്ധമുണ്ടായിരുന്ന പ്രധാനികൾ എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നിലവിൽ അദ്ദേഹവുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കി രംഗത്തേക്ക് വന്നിരിക്കുന്നത് വിരലിൽ എണ്ണാകുന്ന മനുഷ്യർ മാത്രം. റോയിയെ പോലുള്ള ഒരു വ്യക്തിക്ക് ഇത്ര പേർ മാത്രമാണ് സൗഹൃദത്തിൽ ഉണ്ടായിരുന്നത് എന്നത് നമുക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഒരുക്കുന്നതും അത്തരത്തിലൊരു സന്ദർഭമാണ്. എന്തായാലും നിലവിൽ കേസ് അന്വേഷണം ശക്തമാക്കപ്പെടുമ്പോൾ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ ലഭിച്ചു എന്നാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഫ്ളാറ്റ് കച്ചവട രീതിയിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങൾ പുറത്തുവരികയാണ്. കൊച്ചിയിലെ നിരവധി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഇടപാടുകളിൽ നികുതി അധികാരികൾ പരിശോധനകൾ നടത്തുമ്പോൾ ഇവയിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള മൂല്യനിർണ്ണയം കുറഞ്ഞതായിട്ടും കണക്കിൽപ്പെടാത്ത പണം ഒഴുക്കിയതായിട്ടും ആരോപിക്കപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ വലിയ നടത്തിയിട്ടുണ്ട് എന്ന്. കേരളം ആസ്ഥാനമായിട്ടുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനായിരുന്ന റോയ് ഇന്ത്യയിലും വിദേശ വിപണിയിലും ദ്രുതഗതിയിലുള്ള വ്യാപനത്തിലൂടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഉയർന്ന സാധ്യതകൾ നേടിയ ഒരു വ്യക്തിയാണ്. എങ്കിൽ പോലും സമീപ മാസങ്ങളിൽ നടത്തിയിട്ടുള്ള സ്വത്ത് വിൽപ്പനയിലെ സംശയാസ്പദമായുള്ള പൊരുത്തക്കേടുകളാണ് ഇപ്പോൾ ആഭ്യന്തര വിദേശ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന ഫണ്ടുകളുടെ ഉറവിടത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. പരീക്ഷണ അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ കൊച്ചിയിലെ നിലവിലുള്ള മാർക്കറ്റ് നിരക്കുകളുമായി പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു കൂട്ടം ഫ്ളാറ്റ് വിൽപ്പനകളാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ സംഭവ വികാസങ്ങളിൽ ബൾക്ക് ഇടപാടുകൾ സാധാരണമാണ് എങ്കിൽ പോലും പ്രഖ്യാപിതമായിട്ടുള്ള വിൽപ്പന മൂല്യങ്ങൾ പ്രദേശത്തെ താരതമ്യപ്പെടുത്താവുന്ന സ്വത്തുക്കളെക്കാൾ വളരെ കുറവാണ് എന്ന് ആണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഫ്ളാറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഓപ്പൺ മാർക്കറ്റിൽ ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന അപ്പാർട്ട്മെന്റുകൾ അതിന്റെ പകുതിയോളം തുകയ്ക്ക് വിറ്റതായിട്ട് ഔദ്യോഗിക രേഖകൾ കണ്ടെത്തുന്നു എന്ന ഉദ്യോഗസ്ഥർ ആരോപിക്കുകയാണ്. അത്തരം രീതികൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കുന്നതിലൂടെയും നികുതി നൽകേണ്ട വരുമാനം കുറയ്ക്കുന്നതിലൂടെയും വലിയ തോതിലുള്ള വരുമാന നഷ്ടത്തിന് കാരണമായേക്കാവുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സമാന്തര പേയ്മെന്റ് പാതയും കുറച്ച് കാണിച്ച നികുതി വരുമാനവും വഴി വലിയ തോതിലുള്ള വരുമാന നഷ്ടത്തിന് കാരണമായിട്ടുണ്ട് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ്.
കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇരട്ട പേയ്മെന്റ് ഘടന സൂചിപ്പിക്കുന്ന രേഖകൾ നികുതി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തതായാണ് പുറത്തുവരുന്ന വിവരം. ഇടപാട് മൂല്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ രജിസ്റ്റർ ചെയ്ത കരാറുകളിൽ പ്രതിഫലിച്ചിട്ടുള്ളൂ എന്നും ബാക്കി തുക പണമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് രേഖകളിലൂടെ വ്യക്തമാകുന്നത്. ഗണ്യമായ തുകകൾ കണക്കിൽപ്പെടാത്ത പണമാക്കി മാറ്റുന്നതിനൊപ്പം നികുതി എക്സ്പെൻഡിച്ചർ പരിമിതപ്പെടുത്താനും ഈ രീതിയിൽ കമ്പനിയെ അനുവദിച്ചതായിട്ടാണ് അന്വേഷകർ ഇപ്പോൾ കണ്ടെത്തുന്നത് നിഗമനത്തിലേക്ക് എത്തുന്നത്. വാങ്ങുന്നവർ നൽകിയ വലിയ പണഘടനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിജിറ്റൽ രേഖകളും ബാങ്കിംഗ് ഡാറ്റയും മിതമായ ഓൺലൈൻ കൈമാറ്റങ്ങൾ കാണിച്ചതായിട്ടും വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ റോയിയുടെ കമ്പനികൾക്കപ്പുറം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളിലേക്ക് കൂടെ അന്വേഷണം വ്യാപിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഫണ്ടുകളുടെ ഒഴുക്ക് മാപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആരോപിക്കപ്പെടുന്ന ഇടപാടുകളുടെ സാധ്യമായിട്ടുള്ള ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനും ഉദ്യോഗസ്ഥർ വിൽപ്പന ഡീലുകൾ, ആശയവിനിമയ രേഖകൾ, സാമ്പത്തിക ഡാറ്റ എന്നിവ പരിശോധിച്ചു വരികയാണ്. വിദേശ പദ്ധതികൾക്ക് ഫണ്ടിംഗ് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇതോടുകൂടെ ഇവിടെ ഉയരുന്നത്. വിദേശത്ത് പ്രത്യേകിച്ച് ദുബായിൽ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിന്റെ പ്രധാന ഘടകമായിട്ട് അന്വേഷിക്കാൻ പോകുന്നതെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. വലിയ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ ബാങ്ക് ധനസഹായമില്ലാതെ പൂർത്തിയാക്കിയത് അസാധാരണമെന്നും നികുതി അധികാരികൾ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ മേഖലയിൽ അസാധാരണമായി കണക്കാക്കപ്പെടുന്ന ഇത്തരം രീതികൾ അത് റോയിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ നടന്നു എന്നുള്ളതാണ് അന്വേഷണങ്ങൾ നടത്തുന്നത്. സ്ഥാപന വായ്പകളുടെ അഭാവം, അത്തരം മൂലധന തീവ്രമായ വികസനങ്ങൾക്ക് എങ്ങനെ ധനസഹായം ലഭിച്ചു എന്നതൊക്കെയാണ് ഈ അന്വേഷകർക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും കണ്ടെത്തേണ്ടുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ. ഈ ഫണ്ടുകളുടെ ഉറവിടം സ്ഥാപിക്കുന്നത് അന്വേഷണത്തിന്റെ ഒരു പ്രധാന മാർഗമായി മാറിയതായിട്ടും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഇത്തരം നടപടികൾ പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയേണ്ടുന്നത് വിദേശ നിക്ഷേപങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഫണ്ടിംഗ് പാതയില്ലാതെ എങ്ങനെയാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ കൊച്ചിയിലെ കൊച്ചിയുടെ ഫ്ലാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് എത്തുമ്പോൾ തുടക്കത്തിൽ ഈ അദ്ദേഹത്തിന്റെ മരണസമയത്ത് വന്നിട്ടുള്ള ആ ഒരു ആരോപണങ്ങൾ തന്നെ ആവർത്തിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും CJ റോയിയുടെ മരണത്തിന്റെ ഉത്തരം എന്താണ് എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ആത്മഹത്യ എന്നത് മാത്രമാണ് തന്റെ മുന്നിലുള്ള മാർഗം എന്ന് CJ റോയ് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആകെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നത് ആ ഒരു ആത്മഹത്യ കുറിപ്പാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളാണ്. ആ ഡയറി കുറിപ്പുകൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തെളിവായിട്ട് ശേഖരിക്കാൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ ആ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വാതിലടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ കൊച്ചി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫ്ലാറ്റ് കച്ചവടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിദേശ ഇടപാടുകൾ കൂടെ വ്യക്തമാക്കി പരിശോധിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ ഓരോ നിരീക്ഷണങ്ങളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലുള്ള വാർത്തകൾ ശരിയാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന വാർത്ത ഇങ്ങനെയായിരുന്നു. അതായത് കള്ളപ്പണ ഇടപാടാണോ ആത്മഹത്യ കാരണമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത. CJ റോയ്ക്ക് എതിരായ ആദായ നികുതി വകുപ്പ് നടപടികൾ കള്ളപ്പണം വെളുപ്പിക്കൽ സംശയങ്ങളുടെ പേരിലായിരുന്നു എന്നാണ് ഫസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെയും കർണാടകയിലെയും ചില രാഷ്ട്രീയക്കാർക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് വഴി വൻതോതിൽ പണം എത്തി എന്ന സംശയവും റോയിയെയും സ്ഥാപനത്തെയും ആദായ നികുതി വകുപ്പിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലേക്ക് എത്തിക്കാൻ സാധിപ്പിച്ചു എന്നതായിരുന്നു ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ രാഷ്ട്രീയ രംഗത്തെ ചില പ്രമുഖരുമായി മാർഗമായി പ്രവർത്തിച്ചു എന്നീ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അന്ന് അദ്ദേഹത്തിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയതെന്നും രാജ്യത്തിന് പുറത്തുനിന്ന് പണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഒരു കമ്പനി ഉപയോഗിക്കാത്ത ഒരു ആസ്തി മറ്റൊരു കമ്പനിക്ക് വിൽക്കുന്നതും അതേസമയം തന്നെ ആസ്തികൾ തിരികെ വാങ്ങുന്നതും ചെയ്യുന്ന റൗണ്ട് ട്രിപ്പിംഗ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ ആദ്യത്തെ നിലപാടുകൾ. പ്രാദേശിക
പ്രാദേശിക രാഷ്ട്രീയക്കാർക്ക് രാജ്യത്തിന് പുറത്തുനിന്നും പണം ലഭിക്കുന്ന ഓഫ് ബുക്ക് പേയ്മെന്റുകൾ നടത്തുന്നതായി റോയിയുടെ സ്ഥാപനം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും ആദായ നികുതിന്റെ വകുപ്പിന്റെ സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തുടക്കത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പണം സ്വീകരിക്കുന്നവർ നിയമാനുസൃതമായി വരുമാനം നേടിയിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുക എന്നതായിരുന്നു ഈ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്നും റോയിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കടമില്ലാത്തതാണെന്നുള്ള അവകാശവാദം ഇവിടെ പൊളിയുകയാണ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. മറ്റുള്ളവരുടെ ഫണ്ട് കൈകാര്യം ചെയ്തതിന്റെ പേരിൽ അതുകൊണ്ട് തന്നെ റോയിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരിക്കും. ആ ഒരു സമ്മർദ്ദമായിരിക്കാം അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനങ്ങൾ വന്നിരുന്നത്. ഇന്ത്യയിൽ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് NRIകൾക്ക് ആസ്തികൾ വിൽക്കുകയും ആദായ നികുതി ഇല്ലാത്ത UAE വച്ച് ബാക്കി തുക ശേഖരിക്കുകയും ചെയ്യുന്ന വിധത്തിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതെന്നും റോയിയുടെ മൊബൈൽ രേഖകൾ പ്രകാരം ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നുണ്ട് എന്ന് കണ്ടെത്തിയതായിട്ടുമാണ് അന്ന് IT വൃത്തങ്ങൾ അവകാശപ്പെട്ടിരുന്നത്. ഉദ്യോഗസ്ഥരുടെ പീഡനം കാരണമാണ് റോയ് ജീവൻ അവസാനിപ്പിച്ചതെന്നുള്ള കുടുംബത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം തെറ്റാണെന്നും ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സീറോ ഡെപ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി റോയ് പലർക്കും സാമ്പത്തികമായിട്ട് പണം നൽകാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയ അവസരത്തിലാണ് ഇത്തരമൊരു റെയ്ഡ് നടക്കുന്നതെന്നും അതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ഇനി ആത്മഹത്യ മാത്രമേ തന്റെ മുൻപിലുള്ളൂ എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ തീരുമാനത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് എന്നുള്ള നിഗമനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിനൊരു വ്യക്തത, കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതിന് അന്വേഷണ സംഘത്തിന്റെ ആ ഒരു ഫൈനൽ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യം ഒന്നടങ്കം. കാരണം ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു വ്യക്തി തന്നെയാണ് CJ റോയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തനിക്കിനി ഒന്നും നേടാൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തി എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തത് എന്നതിൻ്റെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആ ഒരു ഉത്തരത്തിൻ്റെ അവസാന നിമിഷത്തിലേക്കാണ് അന്വേഷണ സംഘങ്ങൾ കടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്.